നമസ്കാരം, ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പം അറ്റ് പ്രസൻ്റ് ഉള്ള ബന്ധത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതുപോലെ ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ചെയ്യുന്നത്. നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് 2 കാർഡുകൾ ഇന്ന് എടുക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും രണ്ടാമത്തെ കാർഡ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെയാവും എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസും ഇനി എങ്ങോട്ടാണ് പോകുന്നത് 8 ഓഫ് കപ്സുമാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിലൊരാൾക്ക് അവഗണിക്കപ്പെടുന്നതായും ഒറ്റപ്പെട്ടു പോകുവാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ 2 പേർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സംസാരം പോലും ഒരു തണുത്ത അവസ്ഥയിലാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും എവിടെയോ പരസ്പരം ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൗനമായി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് 2 പേരും ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 8 ഓഫ് കപ്സ് ആണ് വന്നത്. ഈ ബന്ധം പരസ്പരം വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ 2 പേരും നിങ്ങളുടെ സ്വാഭിമാനവും സമാധാനവും സംരക്ഷിക്കാനാണ് ഇനി മുൻഗണന കൊടുക്കാൻ പോകുന്നത്. സ്വയം ഹീൽ ചെയ്യാനും നിങ്ങളുടെ ആത്മാവിൻ്റെ ഊർജ്ജം സംരക്ഷിക്കാനും നിങ്ങൾ ശ്രമിക്കും. ഇത് പെട്ടെന്നുള്ള ഒരു ബ്രേക്കപ്പ് അല്ല, വേദനയോട് കൂടിയ ശാന്തമായൊരു വിട്ടുകൊടുക്കലാണ്. നിങ്ങൾ 2 പേരും മനസ്സിലാക്കേണ്ടത് ഈ ബന്ധം ഒരു കാർമിക് ലെസനാണ്. നിങ്ങൾ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും ഇപ്പോൾ അകന്നു പോകുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ പാഠമാണ്. ലൈഫിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പരസ്പരം ഹീൽ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകുമ്പോൾ മാത്രമേ ഇനി നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയൂ. യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത് നിങ്ങളെ ശക്തിപ്പെടുത്താനാണ്, അല്ലാതെ തളർത്താനല്ല.